അല്ലാത്ത ആളുകൾ, അതായത് ഹൈ റിസ്ക് കുറഞ്ഞ ആളുകൾക്ക് മരുന്നുകൾ മാത്രം ആയിട്ട് ചികിത്സിക്കാൻ സാധിക്കാം. ഇപ്പോൾ ഒരു രോഗി ഹൃദയാഘാതം സംഭവിച്ച് ബോധരഹിതനായി വരികയാണെങ്കിൽ ഈ തരത്തിലുള്ള ഗുളികകൾ കൊടുത്തു മാത്രം നമുക്കത് ചികിത്സിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് ബോധമില്ലാത്ത രോഗിക്ക് നമ്മൾ അത്യാഹിത വിഭാഗത്തിൽ തന്നെ ശ്വാസമുണ്ടോ, ഹാർട്ട് പ്രവർത്തിക്കുന്നു, ഇതെല്ലാം നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ അറ്റാക്ക് വന്ന് ബോധം പോയതാണെങ്കിൽ മിക്കവാറും ശ്വാസവും ഹാർട്ടും നിന്ന് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ട്യൂബ് ഇടും. അപ്പോൾ ശ്വാസം കൊടുക്കാനൊരു ട്യൂബ് നമ്മൾ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ ഗുളികകൾ കൊടുക്കാനും ഒരു ട്യൂബ് സാധാരണ ഇടും ബോധമില്ലാത്ത രോഗിക്ക്. അപ്പം ഈ ഗുളികകൾക്കൊക്കെ ചില ഗുളികൾക്ക് ഈ പകരം ഇഞ്ചക്ഷൻ ഇല്ല. അതുകൊണ്ട് ഗുളികളായി തന്നെ കൊടുക്കേണ്ട അവസ്ഥ വരും. ഫോർ എക്സാമ്പിൾ ആസ്പിരിൻ സാധാരണ ഗുളികയാണല്ലോ. അപ്പോൾ ആസ്പിരിൻ നമുക്ക് ഇഞ്ചക്ഷനായിട്ട് ആസ്പിരിൻ ഇഞ്ചക്ഷൻ ഇല്ല. അതുകൊണ്ട് ട്യൂബ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. അതിനുശേഷം സർജറി പോലുള്ള കാര്യങ്ങളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ മരുന്നുകൾ കൊണ്ട് മാത്രം ചികിത്സിക്കുന്ന ഒരു വിഭാഗം അത് വളരെ ചുരുക്കമാണ്, കുറവ് ആളുകളാണ്. കാരണം റിസ്ക് വളരെ കുറഞ്ഞ ആളുകൾ. അപ്പോൾ അവർക്ക് മറ്റ് കാര്യങ്ങൾ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് ആ ഭാഗത്തേക്ക് പോകേണ്ട, ആ ചികിത്സകൾ രീതികളിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. മറ്റ് കൂടുതലും അറ്റാക്കുകൾ ഹൈ റിസ്ക് അറ്റാക്കുകളാണ്. മേജർ അറ്റാക്ക് ST എലിവേഷൻ MI എന്ന് പറയും. ECG വ്യത്യാസം കൂടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറി മാറി വരുന്നു. പൾസിലും BP-യിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ അറ്റാക്ക് പ്രോഗ്രസ് ചെയ്യുകയാണ്, ഹാർട്ടിൻ്റെ ഡാമേജ് കൂടി വരികയാണെന്നാണ് അർത്ഥം. മരുന്നുകൾ കൊണ്ട് ചിലപ്പോൾ അത് കൺട്രോൾ ആയിന്ന് വരില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബ്ലഡിൽ ഹാർട്ടിൻ്റെ എൻസൈംസ് പോസിറ്റീവായ ആളുകൾ, ഷുഗറുള്ള ആളുകൾ, പിന്നെ ഹാർട്ടിൻ്റെ പമ്പിങ് ടെസ്റ്റ് നോക്കി കഴിയുമ്പോൾ പമ്പിങ് കുറഞ്ഞു വരുന്നു. ഏകദേശം പറയണത് ഒരു 40% കൂടുതൽ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് ഉണ്ടോ നോക്കിയിട്ട് അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നീക്കുന്നതാണ് നല്ലത്. കാരണം മരുന്നുകൾ എടുക്കുന്ന സമയം അല്ലെങ്കിൽ മരുന്നുകളുടെ ഗുണത്തേക്കാൾ കൂടുതൽ ഈ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആൻജിയോപ്ലാസ്റ്റി ആയിരിക്കും. ഹൃദയാഘാതം വന്ന എല്ലാവർക്കും ആൻജിയോഗ്രാം പോലുള്ള ടെസ്റ്റുകൾ ആവശ്യം വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മിക്കവാറും ഉള്ള ആളുകൾക്ക് ഒരു ആൻജിയോഗ്രാം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമ്മൾ ചിലവിൻ്റെ ഭാഗം ആലോചിക്കുമ്പോൾ ആളുകൾ പറയും മരുന്നുകൾ മാത്രം വഴി, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആൻജിയോഗ്രാം ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റിസ്ക് വളരെ കുറഞ്ഞ ആളുകൾ, സ്ത്രീകൾ, പുകവലിയില്ലാത്തവർ, അറ്റാക്കിൻ്റെ മേജർ ഡാമേജുകളൊന്നും വന്നിട്ടില്ല, ഹാർട്ടിൻ്റെ പമ്പിങ് നോർമലാണ്, അറ്റാക്കിന് ശേഷം അത് വീണ്ടും പ്രോഗ്രസ് ചെയ്യുന്നില്ല, അതായത് പുതിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല, ഒരു ഡാമേജ് വന്നു അത് അവിടെ കൊണ്ട് അവസാനിച്ചു, വീണ്ടും വേദന വരുന്നില്ല, ECGയിൽ വ്യത്യാസം വരുന്നില്ല, ബ്ലഡ് ടെസ്റ്റിൽ പോസിറ്റീവ് ആവുന്നില്ല, ഹാർട്ടിൻ്റെ പമ്പിങ് നോർമലാണ്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇഞ്ചക്ഷൻസ് മാത്രം കൊടുത്തിട്ട് ചികിത്സിക്കുന്നു. 3 മുതൽ 5 ദിവസം വരെ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും. കാരണം എപ്പോഴും ഇത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടല്ലോ. എന്നിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രീ ഡിസ്ചാർജ് TMT. അത് കുറച്ച് റിസ്ക് ഉണ്ട്. നമ്മൾ ബെൽറ്റിൽ ഓടിക്കുന്ന ടെസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് വേണമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബെൽറ്റിൽ ഓടിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ആൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു നല്ല രീതിയിൽ ആൾക്ക് ഓടാൻ പറ്റുന്നു. 4-5 ദിവസം കഴിഞ്ഞ് ECG വ്യത്യാസം വരുന്നില്ല, ആൾക്ക് നെഞ്ചിൽ വിഷം വരുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ആൻജിയോഗ്രാം ഇല്ലാതെ മരുന്നുകൾ കൊണ്ട് പിന്നെ വരാതിരിക്കാനുള്ള മരുന്നുകളും പിന്നീടുള്ള സാധാരണ ചെക്കപ്പുമായിട്ട് മുമ്പോട്ട് പോകാം. പക്ഷേ ഈ ഓടിക്കുന്ന ടെസ്റ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പലതരത്തിലുള്ള സ്ട്രെസ് ടെസ്റ്റ് ഉണ്ട്, എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ അതിനർത്ഥം വീണ്ടും എന്തെങ്കിലും ബ്ലോക്ക് അവശേഷിക്കുന്നു എന്നുള്ളതാണ്, മരുന്നുകൾ കൊണ്ട് മാറിയില്ല. അങ്ങനെയാണെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് നോക്കുന്നത് തന്നെയാണ് നല്ലത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നൊരു കാര്യം, എങ്ങനെയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു സർജറി രോഗികൾ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അറ്റാക്ക് വന്ന രോഗികൾക്ക് ഹൈ റിസ്ക് കാറ്റഗറി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് മരുന്നുകളൊക്കെ നല്ലത് ആൻജിയോഗ്രാം ചെയ്ത് നോക്കുക, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ്, ബ്ലോക്ക് ഉടനടി മാറ്റുക എന്നുള്ളതാണ് നല്ലത്. നമ്മൾ സാധാരണയായിട്ട് ആദ്യം ചെയ്യുന്നത് ആൻജിയോഗ്രാമാണ്. ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലെയോ അല്ലെങ്കിൽ കാലിലെയോ ഞരമ്പുകളിൽ കൂടി ചെറിയൊരു ട്യൂബ് കടത്തിവിട്ട് ഹാർട്ടിൻ്റെ ആ ഭാഗത്ത് കൊണ്ട് അത് പൊസിഷൻ ചെയ്തിട്ട് ഒരു മരുന്ന് ഡൈ എന്ന് പറയും, നമ്മൾ അതിനുള്ളിലൂടെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഈ മരുന്ന് ഹാർട്ടിൻ്റെ രക്തക്കൊള്ളികളിലൂടെ പ്രവേശിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, അതിൻ്റെ പടം എടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ രക്തക്കൊള്ളികൾ കാണാൻ പറ്റും, അതിനുള്ളിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, രക്തക്കട്ടയുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് ആൻജിയോഗ്രാം എന്ന് പറയുന്നത്.
ഇതൊരു സർജറി അല്ല, ഇതൊരു ടെസ്റ്റാണ്. ആൻജിയോഗ്രാം അത് ആളെ ബോധം കെടുത്തിയൊന്നും ചെയ്യുന്ന കാര്യമല്ല. ഒരു സിമ്പിളായിട്ടുള്ള ടെസ്റ്റാണ്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റിയുടെ പ്രൊസീജിയറും ഏകദേശം ഇതുപോലെ തന്നെയാണ്. കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ഞരമ്പുകളിൽ കൂടി ചെറിയൊരു ട്യൂബ്, കത്തീറ്റേഴ്സ് എന്ന് പറയും, കടത്തിവിട്ട് ഹാർട്ടിൻ്റെ രക്തക്കൊള്ളിൻ്റെ അടുത്ത് കൊണ്ട് പൊസിഷൻ ചെയ്തിട്ട് അതിനുള്ളിലൂടെ വയർ, അതായത് ചെറിയ നാരുകൾ പോലുള്ള വയറുകൾ നമ്മൾ കടത്തിവിടുന്നു. ഈ ബ്ലോക്കുള്ള ആ രക്തക്കുഴലിനുള്ളിലേക്ക് കടത്തുന്നു. എന്നിട്ട് ആ വയർ അവിടെ പൊസിഷൻ ചെയ്തിട്ട് ബലൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുണ്ട്, ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ചെറിയ ബലൂണുകൾ ഈ നാരിന് മുകളിൽ കൂടെ കടത്തി, വയറിന് മുകളിൽ കൂടെ കടത്തി ആ ബ്ലോക്കുള്ള ഭാഗത്ത് കൊണ്ടുപോയി ആ ബലൂൺ വികസിപ്പിക്കുന്നു. എന്നിട്ട് ആ ബ്ലോക്ക് നമ്മൾ മാറ്റുന്നു. ഇനി അവിടെ എവിടെയെങ്കിലും രക്തം കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കത്തീറ്ററുകൾ കടത്തിവിട്ട് ആ രക്തക്കട്ട നമുക്ക് വലിച്ചെടുത്ത് കളയാൻ സാധിക്കും. അതിനുശേഷം സാധാരണയായി നമ്മൾ സ്റ്റെൻറ്റിങ് എന്ന് കേട്ടിട്ടുണ്ട്. സ്റ്റെൻറ്റ് എന്ന് പറയുന്ന ആൻജിയോപ്ലാസ്റ്റി വിത്ത് സ്റ്റെൻറ്റിങ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് ഏറ്റവും നൂതനമായ ഏറ്റവും നല്ല ചികിത്സ. ആ ബ്ലോക്കുള്ള ഭാഗത്ത് സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ചെറിയ പൈപ്പ് പോലുള്ള ചെറിയ മെറ്റീരിയൽ, അത് നമ്മൾ ഈ കത്തീറ്ററിനുള്ളിൽ കൂടെ കടത്തി, വയറിൽ കൂടെ കടത്തി ആ ബ്ലോക്കുള്ള ഭാഗത്ത് കൊണ്ട് അത് വെച്ചിട്ട് അതവിടെ വികസിപ്പിച്ചിട്ട് അവിടെ പെർമനൻ്റായിട്ട് നിക്ഷേപിക്കുന്നു. ആ ബ്ലോക്കുള്ള ഭാഗത്ത് വീണ്ടും ചുരുങ്ങാതിരിക്കാൻ, അതായത് വീണ്ടും ബ്ലോക്ക് വരാതിരിക്കാൻ ഈ സ്റ്റെൻറ്റ് അവിടെ സ്ഥിരമായിട്ട് നിക്ഷേപിക്കുന്നു. അതിനെയാണ് ആൻജിയോപ്ലാസ്റ്റി വിത്ത് സ്റ്റെൻറ്റിങ്. ഈ പ്രക്രിയ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് രോഗിയെ ബോധരഹിതനാക്കിയിട്ടാണ്? അല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിന് സാധാരണ ബോധം കെടുത്തേണ്ട ആവശ്യമില്ല. ചെറിയ ഒരു ഇഞ്ചക്ഷൻ, സൂചി വെക്കുന്ന മുറിവ് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ വേദന എടുക്കാതിരിക്കാനായിട്ട് സൂചി വെക്കുമ്പോൾ നമ്മൾ ലോക്കൽ അനസ്തറ്റിക്, ചെറിയൊരു മരവിപ്പിക്കുന്ന മരുന്ന് കുത്തിവെക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും മുറിവുകളോ പാടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാൻ സാധിക്കും? ഒരു നമ്മൾ മരുന്നുകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ IV കാനുല അല്ലെങ്കിൽ ഒരു ഡ്രിപ്പ് ഇടാൻ വേണ്ടിയൊക്കെ ഒരു സൂചി വെക്കാറുണ്ടല്ലോ ആളുകൾക്ക്, അത്രയുള്ള ഒരു മുറിവേ വരുന്നുള്ളൂ. ഒരു സൂചി മുനിയുടെ പാട് അതിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും. സാധാരണ ഡ്രിപ്പ് ഇടുന്ന ഒരു നീഡിലിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം. പക്ഷേ അത് ഒരു സ്റ്റിച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ തുന്നിക്കെട്ടേണ്ട ഒരു മുറിവില്ല. ഒരു സ്റ്റിച്ച് പോലും ഇടാനുള്ള ഒരു മുറിവ് വരുന്നില്ല, അത്രയേ ഉള്ളൂ. അത് സാധാരണ ഒരു ദിവസം നമ്മളൊരു ഡ്രസ്സിങ് വെച്ച് പിറ്റേ ദിവസം പിന്നീട് ആ ചെറിയൊരു ഡോട്ട് പോലുള്ളൊരു പാട് മാത്രമേ അവശേഷിക്കാറുള്ളൂ. ഓക്കെ, സാധാരണയായി നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബൈപ്പാസ് സർജറികൾ എന്നുള്ളത്. ഈ ബൈപ്പാസ് സർജറി ഏതൊക്കെ രോഗികളാണ് ഡോക്ടർ ചെയ്യുന്നത്? അപ്പോൾ സാധാരണയായി നമ്മൾ ഒരു അറ്റാക്ക്, മേജർ അറ്റാക്കായിട്ട് വരുന്ന രോഗിക്ക് ഉടനടി ഒരു ബൈപ്പാസ് ചെയ്യാറില്ല. കാരണം ഒരു ബൈപ്പാസ് എന്ന് പറയുന്നൊരു മേജർ പ്രൊസീജിയറാണല്ലോ. അത് ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് പറയുന്നതാണ് ശരിക്കുള്ള ഓപ്പറേഷൻ. രോഗിയെ ബോധം കെടുത്തി വലിയ മുറിവുണ്ടാക്കി നെഞ്ചിൽ നീളത്തിൽ മുറിച്ച് ചെയ്യുന്ന ഓപ്പറേഷൻ. ഒരു അറ്റാക്ക് വന്ന രോഗിക്ക് എത്ര വലിയൊരു പ്രൊസീജിയർ താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. കാരണം ഹാർട്ടിന് ചിലപ്പോൾ വലിയ ഡാമേജിലേക്ക് നയിക്കുക. അതുകൊണ്ട് സാധാരണയായിട്ട് ബൈപ്പാസ് ഉടനടി ചെയ്യാറില്ല. ബൈപ്പാസ് ചെയ്യുന്നത് സാധാരണ അറ്റാക്ക് കഴിഞ്ഞാൽ മെഡിസിൻ മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ ആ അറ്റാക്ക് വന്ന ഭാഗത്ത് മാത്രം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ആളെ സ്റ്റെബിലൈസ് ചെയ്യുക. ആദ്യം ആളുടെ BPയും പൾസും ജനറൽ കണ്ടീഷനും ഒന്ന് ഇമ്പ്രൂവ് ആയിട്ട് അതിനുശേഷം ഒത്തിരി ബ്ലോക്കുകൾ അവശേഷിക്കുന്നുവെങ്കിൽ നമ്മൾ പിന്നീട് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു വിടാറുണ്ട്. പിന്നെ ബൈപ്പാസ് ചെയ്യുന്നത് അറ്റാക്ക് ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ ബൈപ്പാസ് ചെയ്യാറുണ്ട്. കാരണം ബ്ലോക്ക് മാത്രമേ ഉള്ളൂ, അറ്റാക്ക് വന്നിട്ടില്ല. നമ്മൾ വേറെന്തെങ്കിലും ടെസ്റ്റുകൾ വഴിയോ ട്രെഡ്മില്ല് വഴിയോ നമ്മൾ ബ്ലോക്ക് ഉണ്ടെന്ന് സംശയിച്ച് ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. ചില ആളുകൾ വെറുതെ ഔട്ട് പേഷ്യൻ്റായിട്ട് OP ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ചെറിയ നെഞ്ചുവേദന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കും. അറ്റാക്കായിട്ട് വരുന്ന രോഗികളല്ല. അങ്ങനെയുള്ള രോഗികൾക്ക് ഒത്തിരി ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അതായത് ഒരു 3 ബ്ലോക്ക് അതിൽ കൂടുതൽ ബ്ലോക്കുകൾക്കെല്ലാം ബൈപ്പാസ്, അല്ലെങ്കിൽ ഷുഗറുള്ള രോഗികൾക്കെല്ലാം ബൈപ്പാസാണ് നല്ലതെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് അങ്ങനെയും ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മൾ ഇലക്റ്റീവായിട്ട് എമർജൻസി ആയിട്ട് ചെയ്യുന്ന ബൈപ്പാസ് അല്ല, അല്ലാതെ ചെയ്യാറുണ്ട്. അപ്പോൾ എമർജൻസി അറ്റാക്കിൻ്റെ ചികിത്സയിൽ എമർജൻസി ആയിട്ട് സാധാരണ ബൈപ്പാസ് ചെയ്യാറില്ല. പക്ഷേ ഒരു ചെറിയ കാറ്റഗറി ആളുകൾക്ക് ബൈപ്പാസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഈ ആൻജിയോപ്ലാസ്റ്റിയിൽ നമുക്ക് ആളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷവും അല്ലെങ്കിൽ മരുന്നുകൾ കൊടുത്തതിന് ശേഷവും മോശമായി വരികയാണ്, അങ്ങനെയെങ്കിലൊരു
അറ്റകൈ എന്നുള്ള രീതിയിൽ എമർജൻസി ബൈപ്പാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. വിദേശ രാജ്യങ്ങളിലെല്ലാം അത് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ റിസ്ക് വളരെ വളരെ കൂടുതലായിരിക്കും. ഒരു തവണ ഹൃദയാഘാതം വന്നവർക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരു രോഗിക്ക് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആവർത്തിച്ച് രണ്ടാമതും വീണ്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിൽ എന്തെങ്കിലും തകരാറുണ്ടോ? സാധാരണ അങ്ങനെ ചെയ്യാറുണ്ടോ? സാധാരണയായിട്ട് ഒരു ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു 5% താഴെ ആളുകൾക്ക് വീണ്ടും ആ ഭാഗത്ത് ബ്ലോക്ക് വരാൻ സാധ്യതയുള്ളതെന്നാണ് പറയുന്നത്. കാരണം പുതിയ സ്റ്റെൻറ്റുകൾ, ഈ മരുന്ന് പുരട്ടിയ സ്റ്റെൻറ്റുകളെല്ലാം നിക്ഷേപിച്ചിട്ടുള്ള മാറ്റിയിട്ടുള്ള ആ ബ്ലോക്കിൽ വീണ്ടും ബ്ലോക്ക് വരുന്നത് 5% താഴെയാണ്. പിന്നെ മറ്റു ഭാഗങ്ങളിൽ ബ്ലോക്ക് വരാം. ഈ ആട്ടിന് പല രക്തക്കൊഴലുകളുണ്ടല്ലോ, അപ്പം മറ്റു ഭാഗങ്ങളിൽ വീണ്ടും ബ്ലോക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ ഈവൻ